സ്മൈൽ പ്ലീസ്. കിടക്കുന്ന കുട്ടിയും കൊല്ലും. എന്തിനെങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നേ? ആ മസലും കൂടി വിട്ടേ. സ്മൈൽ പ്ലീസ്. 1 2 3 സ്റ്റാർട്ട്. ചേട്ടന്റെ ഫോട്ടോ നന്നായിട്ടുണ്ട്. എന്തേ തന്നോട് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാനല്ലേ? എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് ആരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കാറില്ല. ചേച്ചി കളർ ഫോട്ടോ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എന്താ ഇഷ്ടായില്ലേ? ചേട്ടനത് ഇഷ്ടപ്പെടില്ലേ ചേച്ചി? കളറാകുമ്പോ ചേട്ടന്റെ കറുപ്പ് എല്ലാരും തിരിച്ചറിയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ഏത് കരിമാരക്കുട്ടിയും വെളുത്തേ ഇരിക്കുള്ളൂ. ആ സൂത്രം മനസ്സിലായി. സ്വന്തം കറുപ്പിന്റെ കോംപ്ലക്സ് ആണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. വെറുതെ എന്നെ നശിപ്പിക്കാൻ വരുന്നേ? അതേടാ ആന്റണി കറമന കാക്കയുടെ കറുപ്പ്. നിനക്കറിയോ കറുപ്പിന് 7 അഴകാ? അത് ശരിയാ. ബാക്കി 93 അഴകും വെളുപ്പിനാ. പിന്നെ ഈ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം കളർ ഫോട്ടോ എടുത്തേ. അയ്യോ മോനൊരു ഫോട്ടോ എടുത്തു. അത് വേണ്ട. ഇതായിപ്പോ നന്നായത്. മരിച്ചുപോയ ആളല്ലേ? മരിച്ചുപോയ ആളുടെ ഫോട്ടോ ആർക്കെങ്കിലും വേണോ? ചേട്ടന് വിളക്കാൻ ഞാൻ ഒരു സൂത്രപ്പണി പറഞ്ഞിരട്ടെ. എന്ത് സൂത്രപ്പണി? വെളുപ്പിന് 4 മണിക്ക് മുറ്റത്തിറങ്ങി നിന്നാ മതി. അപ്പൊ നേരം വിളിത്തോളും. എനിക്ക് കർമ്മന്മാരെ വലിയ ഇഷ്ടമാണ്. പാറ പോലെ ഇരിക്കുന്ന കൈ. എന്റെ ആന്റണി, നീ സത്യസന്ധനും നീതിമാനുമാണെന്ന് മറ്റാരെക്കാളും കൂടുതലായിട്ട് ഈ ചെറിയച്ഛനറിയാന്നേ. അതുകൊണ്ടല്ലേ എന്റെ ഈ ലോറി നിന്നെ തന്നെ ഏൽപ്പിച്ചത്. നീ ഒരു തമ്പുരാട്ടിക്കുട്ടിയെ തട്ടിക്കൊണ്ടു വന്നു എന്നത് നേരാ. എന്ന് വെച്ച് ഒരു സത്യക്രിസ്ത്യാനി മറ്റൊരു സത്യക്രിസ്ത്യാനി അവിശ്വസിക്കാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്താൽ കർത്താവ് പൊറുക്കയിലെന്ന് ചെറിയച്ഛന് അറിയാന്നേ. 109 രൂപ പലിശ വാങ്ങിക്കുന്നതിൽ ഈ സത്യക്രിസ്ത്യാനി കുഴപ്പമൊന്നുമില്ല അല്ലേ? അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ലടോ. കർത്താവ് മോളിൽ നിന്ന് നോക്കുമ്പോ ഈ 9 ഒക്കെ 6 തോന്നും. ചെറിയച്ചയോ, നമ്മുടെ കൂപ്പിലെ സേവിയുടെ ആനനെ ഞാനൊന്ന് നോട്ടിട്ടുണ്ട്. ഒത്താൽ അതിനൊന്ന് വാങ്ങണം. ഏത്? ആ സുഖമില്ലാതെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനത്തിനെയോ? ചെറിയാന്റെ ഈ ചൊറിയണ വർത്താനം കേൾക്കുമ്പോഴാ അതും ഒരു മിണ്ടാപ്രാണി അല്ലേ? അവന്റെ അസുഖമൊക്കെ ഞാൻ മാറ്റിയെടുക്കും. എന്നിട്ട് ലോറി പണി നിർത്തിയിട്ട് ആനപ്പാപ്പാനാവാൻ പോവാ? അതൊരു കമ്പ, ആനക്കമ്പം. നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നേ. ആന്റണിയുടെ വീട് മുറ്റത്തും കിടക്കട്ടെ ഒരു ആനക്കുട്ടി. ആന്റണി ഉള്ളപ്പോ ലക്ഷ്മിക്ക് എന്തിനാ വേറൊരു ആനക്കുട്ടി? ഞാൻ പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് ആനയോട് വലിയ ഭ്രമാന്നേ. പിന്നെ ആന്റണി ചേട്ടനൊരു കൂട്ടും ആവൂല്ലോ. ചെറിയാച്ചന് വേണമെങ്കിൽ പാപ്പാന്റെ ഒരു ഒഴിവുണ്ടിട്ടാ. എന്താ മോനെ ഇത്? ഇത് ഞങ്ങളുടെ കളർ ഫോട്ടോയാ. ആ എവിടെ കാണട്ടെ. താനെന്താ ഇതുവരെ കളർ ഫോട്ടോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഇത് കലക്കിയിട്ടുണ്ട് ആന്റണി. വെളുപ്പിൽ കറുപ്പ്. ദോഷം പറയരുതല്ലോ. ഇതിപ്പോ കള്ള് ഷാപ്പിന്റെ ബോർഡ് പോലുണ്ട്. അതെ, ഒരു മനുഷ്യൻ കറുത്തു പോണതും വെളുത്തു പോണതും അവന്റെ കുഴപ്പമാണോ? അല്ല, അവനെ ഉണ്ടാക്കിയ അവനെ. അത് ചിലരെ ദൈവം വൈറ്റ് സിമെന്റ് അടിച്ചു, മറ്റു ചിലരെ ജപ്പാൻ ബ്ലാക്ക് അടിച്ചു ഭൂമിയിലടിച്ചു ഇങ്ങനെ പറഞ്ഞു വിടും. അതാണ് ശരി. ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാരോട് വെളുത്ത സാഹിബ്മാര് വർണ്ണവിവേചനം കാണിച്ചില്ലേ? എടാ, അത് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വല്ലവരും വല്ലതും കാണിച്ചെന്ന് പറഞ്ഞു നീ എന്റെ പാക്കറ്റ് കരുതില്ല. അവിടെ ലോകത്തെ ഞെട്ടിച്ച ഒരു കറുത്ത നേതാവ് ഉണ്ടായിരുന്നു. നമസ്കാരം. മണ്ടയ്ക്കകത്ത് വല്ലതുള്ളവന് മണ്ടാലേ അറിയൂ. കർത്തവന്റെ മുത്ത് ബ്ലാക്ക് സല്യൂട്ട്. കള്ള കുടിച്ചല്ലേ? അത് പിന്നെ ചെറിയാച്ചൻ കുടിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. ആരെങ്കിലും വല്ല കളിതമാശയും പറഞ്ഞ അന്ന് കള്ളു കുടിച്ചു വന്ന് എന്നെ കരയിപ്പിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടതേ നിങ്ങളുടെ സൗന്ദര്യത്തെ അല്ല, പക്ഷേ നിങ്ങൾ അങ്ങനെ ആയിരിക്കും. എനിക്കറിയാം. ലക്ഷ്മി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ഛന്റെ പാട്ട് കേട്ട് ഉറങ്ങാൻ കാത്തിരിക്കായിരുന്നു നമ്മുടെ മോൻ. അതെന്താ അച്ഛൻ പാടാലോ മോൻ? വേണ്ട, കള്ളു മുണക്കുന്ന പാട്ട് എന്റെ കുട്ടിക്ക് കേൾക്കണ്ട. കള്ളു മണക്കേ? എന്റെ അമ്മേ. ഇതിനാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും കാശ്, വൈദ്യം കൽപ്പിച്ചതും കാശ്. ഇപ്പൊ കൊണ്ടുവരും. കുഞ്ഞുട്ടാ, അവരെ വിളിക്കടാ.
ആനയെ മര്യാദയോടെ ഇവൻ എന്നെ ഈ കാണിക്കുന്നത്. എന്റെ ചെറിയാച്ചോ, ലോറി വാടക ഞാൻ വീട്ടിൽ അങ്ങോട്ട് എത്തിക്കില്ലേ? ഹ്? നേരം പരപര വെളുക്കും മുമ്പ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണോ? അല്ല, നീ പൂരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരികയില്ലയോ? നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ. ഇന്നലെ എവിടെ ആയിരുന്നു പൂരം? ചീക്കിലോട്ട് കാവ്. ആ. ഹോ, എന്താ ജനം! അസാധ്യ വെടിക്കെട്ട്. ദാസ, ഒരു ചായ, ഉവ്വ് ഉവ്വ്. പിന്നെ 2 കുറ്റി പുട്ട്, 2 പപ്പടം, 2 വട. കണക്കോർമ്മ വേണേ. വേഗം കേറ്റിട്ട് ആനയെ കൊണ്ട് കുളിപ്പിക്കാൻ നോക്ക്. ആനയെ മാത്രം കുളിപ്പിച്ചാ പോരാ, ലോറിനെയും കുളിപ്പിക്കണം. എന്നാ 2 കുറ്റി പുട്ട് കൂടെ. ചെറിയാച്ചന്റെ വീട്ടിലാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വേണം ഉടനെ കഴിച്ചോണം. സാധനം ഇപ്പൊ തീരുവേ. അനുജ, ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ആനയെ കൂടെ പോറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കരം. എന്റെ നസീറെ, ആനയ്ക്ക് സ്കൂൾ അഡ്മിഷൻ വേണ്ട, യൂണിഫോം വേണ്ട, കെട്ടിച്ചു വിടണ്ട, മാമുദിശ മുക്കണ്ട. എന്തിനധികം പറയണ്? ആനയ്ക്ക് ഒരു ജെട്ടി പോലെ ഇടിയിക്കണ്ട. അയ്യോ, ഞാൻ ആ ആനയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഈ വെള്ളാനക്കുട്ടിയുടെ കാര്യം. ആനയ്ക്ക് പൂരം നന്നാകണമെന്നില്ല. ആന ചവിട്ടിക്കൊന്ന കേസുമില്ലേ? രണ്ടിനും കൂടെ തീറ്റ കൊടുത്ത് ആന്റലി കുത്തുപാള എടുക്കും. ഏതിടഞ്ഞ ആനയും തന്റെ തോട്ടി കൊണ്ട് അടക്കി നിർത്താൻ കേൾപ്പുള്ള കുമാരൻ പാപ്പൻ ദേ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ചെറിയാച്ചോ, ഓ. കുമാരൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ ആനയെ വാങ്ങിയപ്പോൾ എന്റെ കൂടെ കൂടിയത് അവൻ. പിന്നെ എന്റെ മോൻ ആദിക്കൊരു കൂട്ടായി, ആനയ്ക്കൊരു തോട്ടിയായി. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. ഇത് ഒന്നല്ല ഒന്നൊന്നര അംഗമാണേ. ആനച്ച ആദ്യത്തിന് എന്നാ ആശ്രയിക്ക് പോണേ? വിസക്ക് 4 ലക്ഷം രൂപ വേണം അല്ലേ? എനിക്കറിഞ്ഞൂടാ. ആദ്യത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ വി ഹെൽപ്പിൽ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഞാൻ നല്ല ജോലി വാങ്ങി കൊടുത്തനെ. ഒക്കത്തിരിക്കുന്ന കുട്ടി ഒക്കത്തിടുത്തവനെ കാണില്ല. അവന്റെ കണ്ണില് പുതിയ പുതിയ കാഴ്ചകളാ. എന്റെ ആന്റലി, നീ സൂക്ഷിക്കണം. 2 വർഷം മുമ്പ് നമ്മുടെ വടക്കേലെ കുമാരൻ മകന് ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റ് വിസയ്ക്ക് കാശ് കൊടുത്തു. അവസാനം വിസയുമില്ല, കാശുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരി. ആദിക്ക് ആസ്ട്രേലിയ പോവാൻ ആന്റണിച്ചൊരു ചില്ലി കാശ് കൊടുക്കണ്ട. ഓസ്ട്രേലിയക്ക് പോവാൻ 10 പേരെ സംഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ. അതൊക്കെ ആദി സംഘടിപ്പിച്ച് കഴിഞ്ഞു. ആദി ആരുടെയാ മോൻ? ആരുടെയാ? ആന്റണിച്ചന്റെ. നിങ്ങളെ നോക്കിക്കോ, നമ്മുടെ ആദ്യ ആസ്ട്രേലിയ ചെന്ന് ഒരു വിലസ് അങ്ങോട്ട് വിലസും. ടെക്നോളജിയുടെ ഒരു പോക്കേ. അതെ, എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നു. പറഞ്ഞിട്ട് ഒരു അനുസരണയില്ലാതെ ഇരിക്കുന്നുണ്ടോ? ഇത് നീ എത്രാമത്തെ തവണയാ കാണുന്നത്? അമ്മേ,